മുരളി, മറ്റുള്ളവർ നിന്നോട് നന്മ ചെയ്തപ്പോൾ നീ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഇപ്പം നിനക്കൊരുപാട് മാറ്റമുണ്ടായി, പക്ഷെ നിന്റെ ഒന്നും ഇല്ലാതായി. ലൈഫ് എന്ന് പറയുന്നത് ബൂമറാങ് പോലെയാ. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ ഗംഗെ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. അതല്ല, നിന്റെ ശരീരം ഇവിടെ ഉള്ളൂ, മനസ്സ് വേറെന്തോ ചിന്തിച്ചോണ്ടിരിക്കുക. അത് നന്ദിനി ഇവിടെ വന്നിട്ടുള്ള പോലെ എന്റെ ഉൾമനസ്സിലൊരു തോന്നൽ. ആ തോന്നല് സത്യമാണോന്ന് ഉറപ്പ് വരുത്താനാ ഞാൻ പുറത്തുപോയി നോക്കിയത്. ഞാൻ കൊട്ടാരത്തിൽ മുഴുവൻ അന്വേഷിച്ചു, പക്ഷെ ഇവിടെ എങ്ങും കാണാനില്ല. അവള് കാരണം നമുക്കോ നമ്മുടെ കുടുംബത്തിനോ എന്തെങ്കിലും ആപത്ത് വരുന്ന നീ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയൊക്കെ തോന്നേ? ഒന്നും സംഭവിക്കില്ല, നീ വന്ന് കിടക്ക. ഈശ്വര, നന്ദിനി കാരണം ആർക്കും ഒരു ആപത്തുണ്ടാകാതെ നോക്കണേ. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓർക്കാൻ കളയാതെ കിടക്ക. വാ. ഉണ്ടാകുന്നല്ലേ ഗായത്രി പറഞ്ഞത്. എന്നിട്ടിപ്പോ എവിടെ? എടാ നാഗനന്ദിയാ, നീ ഇതിനകത്ത് തന്നെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. നിന്നിലൂടെ ആ മായശക്തിയെ കണ്ടുപിടിക്കാനാണ് ഞാൻ വന്നത്. എന്നാ എന്നെ പേടിച്ച് നീ മറിഞ്ഞിരിക്കുകയാണല്ലേ? നിന്റെ കൺകെട്ട് വിദ്യകളൊക്കെ എന്റെ മുന്നിൽ കാണിച്ച് എന്നെ പേടിപ്പിക്കാൻ കഴിയുമെന്ന് നീ വിചാരിച്ചാൽ അത് നിന്റെ അതിമോഹം മാത്രമാണ്. നിനക്ക് എന്റെ മുന്നിൽ ധൈര്യത്തോടെ വരാൻ പറ്റാതെ പോയാലും ഞാൻ ഈ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേട്ടോളൂ. എന്നെ അവസാനിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്. നിന്നെ പോലെ തന്നെ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരൊക്കെ ഇന്ന് യമലോകം പ്രാപിച്ചിരിക്കുകയാണ്. നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. മായശക്തിയെ കണ്ടുപിടിക്കാൻ നീ സഹായിച്ചില്ലെങ്കിലും ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. മായശക്തിയെ തേടി വെറിയോടെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നേരത്ത് അനാവശ്യമായി എന്നോട് പോരാടി എന്റെ ഉള്ളിലെ പ്രതികാരദാഹം നിന്നോട് തീർക്കാൻ ഇടവരുത്തരുത്. ഇനി എന്റെ വാക്ക് ധിക്കരിച്ച് പോരാടാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ നിന്റെ മരണത്തിലേക്കുള്ള വഴി നീ തന്നെ തെളിക്കുന്ന പോലെയാകും.
നീ കേട്ടില്ലേ? കയ്യിൽ കിട്ടിയവളെ വിട്ടുകളഞ്ഞില്ലേ നീ? നാളെയാണ് ഇവളുടെ അന്ത്യ ദിവസം കുറിച്ചു വെച്ചിരിക്കുന്നത്, ഇന്നല്ല. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ തടഞ്ഞത്. ഗ്രഹണ സമയത്തിന് മുൻപുള്ള 6ാമത്തെ നാഴികയുടെ ആരംഭമായിരിക്കുകയാണ്. ഇപ്പോ നാഗവശ്യ പൂജയ്ക്ക് ഏർപ്പാടുകൾ ചെയ്താലേ 10ാമത്തെ നാഴികയിൽ ആ നാഗത്തെ ഇല്ലാതാക്കാനാകൂ. ഞങ്ങൾ തയ്യാറായിട്ടിരിക്കുക സ്വാമി. അങ്ങ് പൂജ എവിടെ നടത്തേണ്ടതെന്ന് പറഞ്ഞ് അതിലുള്ള ഏർപ്പാടുകൾ ചെയ്യാം. നിത്യപൂജ നടക്കാത്ത ഭഗവതി ക്ഷേത്രങ്ങളിൽ പൂജ നടത്തിയാലേ ഫലം കിട്ടൂ. നാഗവശ്യ പൂജ അത്തരമൊരു ക്ഷേത്രത്തിൽ വേണം നടത്തുവാൻ. എങ്കിലേ ആ പൂജ പരിപൂർണതയിലെത്തൂ. നമുക്കെത്രയും പെട്ടെന്ന് നിത്യപൂജ നടക്കാത്ത ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തണം. നിത്യപൂജ നടക്കാത്ത ഭഗവതി ക്ഷേത്രം എന്നല്ലേ പറഞ്ഞേ? അങ്ങനൊരു ക്ഷേത്രം എവിടെയെന്ന് അറിയില്ലല്ലോ സ്വാമി. ഇവിടെ അടുത്തേതെങ്കിലും ക്ഷേത്രം കാണും, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് ഗ്രാമമല്ല, നഗരമാണ്. ഇവിടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും തന്നെ നിത്യപൂജ മുടങ്ങാതെ നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങ് പറയുന്ന പോലെ ഒരു ക്ഷേത്രം ഉണ്ടാവാൻ സാധ്യതയില്ല സ്വാമി. അങ്ങനെയെങ്കിൽ നന്ദിനിയെ ഇല്ലാതാക്കാനും നമുക്കാകില്ല. ഇല്ല, നന്ദിനി എങ്ങനെയും ഇല്ലാതാക്കിയേ പറ്റൂ. ആ നന്ദിനിയെ ഇല്ലാതാക്കാനുള്ള അഗ്നി നിന്റെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് എനിക്ക് കാണാം. ഞാൻ തന്നെ അത്തരമൊരു ക്ഷേത്രം എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. അത്തരമൊരു ക്ഷേത്രം രാമപുരത്തിന്റെ അതിർത്തിയിലുണ്ട്. എന്റെ കൂടെ വാ, അങ്ങോട്ടേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം. ശരി സ്വാമി, ഇപ്പൊ വന്നാട്ടെ തന്നെ സ്വാമി. പോ. എന്താ സ്വാമി പൂജയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? നാഗവശ്യ പൂജയുടെ മൂലാധാരം തന്നെ പുറ്റുമണ്ണാണ്. പോയി പുറ്റുമണ്ണ് എടുത്തു വരിക. ആ, ഞാൻ പോയി എടുത്തോണ്ട് വരാം സ്വാമി. അരുണേട്ടാ, ഞാൻ പോയി എടുത്തോണ്ട് വരാം. ഗംഗെ നിക്ക്, ഞാൻ പോയി എടുത്തോണ്ട് വരാം. നീ ഇവിടെ നിൽക്ക്.
എന്താ പറ്റിയ? ഒന്നുമില്ല. ഈ പുറ്റ് എത്ര വർഷമായി ഇവിടെയുണ്ട്? എന്റെ ചെറുപ്പം മുതൽ ഞാൻ ഇവിടെ കാണുന്നുണ്ട് സ്വാമി. ഒരു 20 വർഷത്തിന് മേളിലായിട്ടുണ്ടോ? അതുകൊണ്ടാണ് പുറ്റിന് ഇത്രയും ഉഗ്രശക്തി ഉള്ളത്. ബലി നൽകിയെങ്കിൽ മാത്രമേ മണ്ണെടുക്കാൻ സാധിക്കൂ. അതിനിപ്പോ എന്ത് ചെയ്യണം സ്വാമി? എന്ത് ചെയ്യണോ അത് ഞാൻ തന്നെ ചെയ്തു കൊള്ളാം. സ്വാമി, മാധവിയെ കൂടി വിളിക്കട്ടെ ഞാൻ. മാധവിയോട് ഇവിടെ തന്നെ ഇരുന്ന് പൂജ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അവരെ ശല്യപ്പെടുത്തേണ്ടതില്ല. അരുൺ, നീ മാത്രം എന്റെ കൂടെ വരിക. ശരി സ്വാമി. നന്ദിനിയെ വിളിച്ചിവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയിച്ചെങ്കിലും എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. ഇപ്പൊ അവരെന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് എങ്ങനെയൊന്നും അറിയാ. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ട് നന്ദിനിയുടെ അടുത്ത് പോണം. നന്ദിനിക്ക് ഒരു ആപത്തും വരരുത്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അവളെ സഹായിക്കണം. എന്താ ഇപ്പൊ ചെയ്യുക? ഇവിടുന്ന് എങ്ങനെയൊന്ന് വാമോളെ, കേറി വാമോളെ. ഇപ്പോ എന്നെന്തിനാ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നേ? ഇതൊരു സാധാരണ ക്ഷേത്രമല്ല മോളെ. പണ്ട് കാലത്ത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സർപ്പക്കാവടി എടുക്കുന്ന ആളുകൾ തങ്ങി വേൽപൂജ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. മോളുടെ ആപത്തുകളെല്ലാം അകലുന്നത് വരേക്കും നീ ഇവിടെ ഈ ക്ഷേത്രത്തിൽ തന്നെ തങ്ങണം. എനിക്കുള്ള ശക്തികളെ പറ്റി അങ്ങേക്ക് അറിയാവുന്നതല്ലേ?
അങ്ങേക്ക് വേണ്ടിയും ഗായത്രിക്ക് വേണ്ടിയോ ഞാൻ അടുത്തൊരു നീക്കം നടത്താതിരിക്കുന്നേ. ആവശ്യമില്ലാതെ എന്തിനാ അങ്ങിപ്പോ ഭയപ്പെടുന്നത്? നീ ശക്തിനാഗാംശമായിരിക്കുന്നത് പോലെ തന്നെ ആ നാഗനന്ദ്യൻ 3 തല നാഗാംശത്തിൽ ജീവിക്കുന്നവനാ. അത്രയും ശക്തനായി എതിരാളി ഉള്ളപ്പോ നമ്മളും സൂക്ഷിച്ചിരിക്കുന്നത് തന്നെയാണ് ബുദ്ധിപരമായ നീക്കം. അത് ശരിയാ. അവനെ പോയി കണ്ട മായശക്തിയെ പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുമെന്ന് കരുതിയിട്ടാ ഞാൻ അവനെ തേടി അന്നാ കൊട്ടാരത്തിലേക്ക് പോയത്. എന്നാ അവൻ എന്നെ പേടിച്ച് മറിയാ ചെയ്തത്. അങ്ങനെ ഒരാൾ എന്തിനാ നമ്മൾ ഭയപ്പെട്ട് ഇവിടെ ഒളിച്ചിരിക്കണമെന്ന് പറയുന്നേ? ഞാൻ പറയുന്നത് കേൾക്ക്. മോൾക്കിതിൽ താല്പര്യമില്ലെങ്കിലും എനിക്ക് വേണ്ടി നീ ഇവിടെ കഴിഞ്ഞേ മതിയാവൂ. എനിക്ക് അങ്ങയുടെ ഈ വാക്കുകളെ എതിർക്കാൻ പറ്റാത്തത്. ഞാൻ മോളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ പറയുന്നേ. മോൾ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. അല്ല, എന്തിനാ ഇതൊക്കെ? എല്ലാം ഭഗവതിക്ക് ചാർത്തിയ ഉടയാടകളാ മോളെ. ഇതെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എല്ലാം നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്ക. നീ ഒന്നിവിടെ ഇരിക്കുമോളെ. ഇരിക്കുമോളെ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അമ്മയുടെ ദേഹത്ത് ചാർത്തിയിരുന്ന ഈ പുടവകൾക്ക് അതിൻ്റെതായ ശക്തിയുണ്ട് മോളെ. നിനക്കെന്ത് ആപത്ത് സംഭവിച്ചാലും ഈ പുടവകൾ അതിനെയെല്ലാം തടഞ്ഞു നിർത്തിക്കോളും. എന്താ ഇത്? ഋതുമതിയായ ഒരു പെൺകുട്ടിയെ ആരും കാണാതെ മറച്ചു വെച്ച് വേലി തീർക്കുന്ന പോലെ ഉണ്ടല്ലോ ഇത്. ഞാൻ ഭഗവതിക്ക് കാവൽ നിൽക്കുന്ന വംശത്തിൽപ്പെട്ടവളാ. എനിക്ക് അതേ ഭഗവതിയുടെ കാവൽ തീർക്കുന്നത് കൊടിയ പാപമാണ്. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. നിന്നെ സംരക്ഷിക്കുക എന്നുള്ളത് എന്റെ കടമയാണ് മോളെ. ഞാൻ തിരികെ വന്ന് ഈ പുടവകൾ അഴിച്ചു മാറ്റുന്നത് വരെയും ഒരു കാരണവശാലും ഇത് വിട്ട് നീ പുറത്തു വരാൻ പാടില്ല. തിരികെ വന്ന് ഈ പുടവകൾ അഴിച്ചു മാറ്റുന്നത് വരെയും ഒരു കാരണവശാലും ഇത് വിട്ട് നീ പുറത്തു വരാൻ പാടില്ല. അങ്ങനെയല്ല, നമ്മുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എപ്പോ വേണമെങ്കിലും പ്രശ്നങ്ങൾ വരാം. അങ്ങനെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് തടയാൻ തയ്യാറായിരിക്കണം. അതൊന്നും മനസ്സിലാക്കാതെ അങ്ങ് എന്തിനാണ് എന്നെ ഇങ്ങനെ ബന്ധിക്കുന്നത്? എന്ത് പ്രശ്നമുണ്ടായാലും ഭഗവതി നിന്നെ കാത്തോളും. ഒരു കാരണവശാലും നീ ഈ വലയം ഭേദിച്ച് പുറത്തു വരാൻ പാടില്ല. ഇത് നിന്റെ അമ്മ പാർവതിയാണ് സത്യം. എന്താ ഇത്? എന്തിനാ ഇപ്പൊ അമ്മയുടെ പേരിൽ ഇങ്ങനെ സത്യം ചെയ്തേ? നീ എന്റെ വാക്കുകൾ ധിക്കരിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതാ. ഞാൻ നിന്റെ അമ്മയുടെ പേരിലാണ് സത്യം ചെയ്തിരിക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കി നീ ഇവിടെ സമാധാനമായി ഇരിക്കെ. ഞാൻ നിനക്ക് കാവലായി വെളിയിൽ തന്നെ ഉണ്ടാവും. ഞാനത് പറയട്ടെ.
ഞാൻ പറഞ്ഞ ക്ഷേത്രം ഇതാണ്. Adam Noah Yale, Dwasa Shukra, Bim, Dam, Triseva,